എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേരാണ് റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ. അതായത് റോസ പാർക്സ് അനങ്ങാതെ ഇരുന്നു. സാറ്റ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ ഇരിക്കുക. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. കറുത്ത വർഗ്ഗക്കാർ നേരിടുന്ന വർണ്ണവിവേചനത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആക്ടിവിറ്റീസൊക്കെ വളരെ കുറവാണ്. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ലെറ്റർ റിവിസിറ്റിൽ ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് കൂടാതെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാപ്റ്റർ ഒന്ന് വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാം. നമ്മൾ ഇതിനു മുമ്പേ ലൈറ്റ് ഓൺ ദ ഹിൽസ് അതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസും 3 പാർട്ടായിട്ട് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഓൺ December 1st, 1955. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് 1955 ഡിസംബർ 1-നാണ്. റോസ പാർക്സ് റെഫ്യൂസ്ഡ് ടു മൂവ് ആൻഡ് ദിസ് ട്രാൻസ്ഫോംഡ് എ മില്യൺ ലൈവ്സ്. അപ്പോൾ റോസ പാർക്ക് അവിടെ നിന്നും മൂവ് ചെയ്യാൻ വിസമ്മതിച്ചു. റെഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ വിസമ്മതിച്ചു. ദിസ് ട്രാൻസ്ഫോംഡ് എ മില്യൺ ലൈവ്സ്. ഇതെന്താണ്? ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാറ്റിമറിക്കുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ. റോസ പാർക്സ് ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. റോസ പാർക്സ് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്യുകയായിരുന്നു. വർക്ക് ഹാഡ് ബീൻ ഹെവിയർ ദാൻ യൂഷ്വൽ. സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ വർക്ക് ആ ദിവസം ഉണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ആ ദിവസത്തിൻ്റെ അവസാനമായി, ദർ വാസ് ഓൺലി വൺ തോട്ട് ഇൻ ഹെർ മൈൻഡ്. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്കൂളിൽ വിട്ട ഒരൊറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ, എന്താ? വീട്ടിലെത്തുക എന്നുള്ളതല്ലേ, എവിടെയെങ്കിലും ഒന്ന്. അപ്പോൾ റോസ പാർക്സ് എന്താ വിചാരിച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി. അത്രയും ടയേർഡായിരുന്നു. ഷീ വാണ്ടഡ് ടു സിറ്റ് ഡൗൺ. എന്താണ് അവർക്ക് വേണ്ടത്? അവർക്കൊന്ന് ഇരിക്കണം. ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. പക്ഷെ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എവറിബഡി വാസ് ഗോയിങ് ഹോം. എല്ലാവരും വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോസ വാക്ക്ഡ് ടു ദ ബസ് സ്റ്റോപ്പ് ആൻഡ് ഗോട്ട് ഓൺ എ ബസ്. അങ്ങനെ റോസ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് ഒരു ബസ്സിൽ കയറി. ദർ വാസ് മെനി വാക്കൻറ്റ് സീറ്റ്സ്. വാക്കൻറ്റ് എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത സീറ്റ്, ശൂന്യമായ. വാക്കൻറ്റ് ശൂന്യമായ. അപ്പോൾ കാലി സീറ്റുകൾ കുറേ ഉണ്ട്. ഷീ പെയ്ഡ് ഹെർ ഫെയർ. അപ്പോൾ പൈസ കൊടുത്തു. ഫെയർ എന്ന് പറഞ്ഞാൽ ബസ് കൂലി കൊടുത്തു. ആൻഡ് സാറ്റ് ഡൗൺ ഇൻ ദ നിയറസ്റ്റ് സീറ്റ്. അപ്പോൾ അടുത്ത് കണ്ട ആ സീറ്റിലേക്ക് ഇരുന്നു. ഓക്കെ. ദ ബസ് വാസ് ഏർലി എംപ്റ്റി. ബസ് ഏറെക്കുറെ എന്താണ്? ശൂന്യമാണ്. റോസ ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ. അപ്പോൾ റോസക്ക് ഭയങ്കര ആശ്വാസം തോന്നി, അല്ലേ? ഹെർ ഫീറ്റ് വാസ് വെരി ടയേർഡ്. അവളുടെ കാലുകളൊക്കെ വളരെയധികം ക്ഷീണിച്ചിരുന്നു. ദേ റിയലി നീഡഡ് എ റെസ്റ്റ്. അപ്പോൾ കാലുകൾക്ക് ഒരു വിശ്രമം ആവശ്യമായിരുന്നു. ദാറ്റ് വാസ് ഹവർ സംതിങ് ഓൺലി റോസ ന്യൂ. അത് മാത്രമേ റോസക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആകെ അറിയായിരുന്നത് അതുമാത്രമാണ്. ദ ഡ്രൈവർ ഓഫ് ദ ബസ് ന്യൂ നത്തിങ് അബൌട്ട് ഹെർ ഫീറ്റ്. പക്ഷേ അവൾക്ക് അവളുടെ ഫീറ്റിനെ കുറിച്ചാണ്, അവളുടെ ഫീറ്റിന് ഒരു റെസ്റ്റ് വേണം, ആകെ തളർന്നിരിക്കുമെന്ന് എന്നത് മാത്രമാണ് റോസ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബസ്സിൻ്റെ ഡ്രൈവർക്ക് അവരുടെ പാദങ്ങളുടെ, അവരുടെ കാലിൻ്റെ ടയർഡ്നെസ്സിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഹി ഡിഡ് നോട്ട് ഈവൻ നോ ഹെർ നെയിം. അവരുടെ പേര് പോലും അറിയില്ലായിരുന്നു. ബട്ട് ഹീ സോ ദാറ്റ് ഷീ വാസ് നോട്ട് വൈറ്റ്. പക്ഷെ അയാൾ ഒന്നേ കണ്ടുള്ളൂ. റോസയുടെ ആ കാലിൻ്റെ ക്ഷീണം പറഞ്ഞില്ല, റോസയുടെ പേരറിയില്ല. പക്ഷെ അയാൾക്ക് ഒന്നേ അറിയുള്ളൂ. എന്താണ്? ഷീ വാസ് നോട്ട് വൈറ്റ്. വെള്ളക്കാരിയല്ല, വെളുത്ത വർഗ്ഗക്കാരിയല്ല എന്ന് മാത്രമാണ് അയാൾ കണ്ടത്. ഷീ വാസ് എ ബ്ലാക്ക് പാസഞ്ചർ. അവളൊരു കറുത്ത വർഗ്ഗക്കാരിയായിരുന്നു എന്ന് മാത്രമേ അയാളുടെ കണ്ണിലേക്ക് വന്നിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഹി തോട്ട് വാസ് ഓൾ ഹി നീഡഡ് ടു നോ അബൌട്ട് ഹിം. അത് മാത്രമേ അയാൾ അറിയാൻ ശ്രമിച്ചിട്ടുള്ളൂ. ബട്ട് ഹി വാസ് മേക്കിംഗ് എ മിസ്റ്റേക്ക്. പക്ഷെ അയാളൊരു മിസ്റ്റേക്കാണ് അവിടെ. അയാൾക്കൊരു തെറ്റ് പറ്റുകയായിരുന്നു. ഹി മെയ്ഡ് എ മിസ്റ്റേക്ക്. അയാൾക്കൊരു തെറ്റ് പറ്റുകയായിരുന്നു. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് കോസ്റ്റ് ഹിസ് കമ്പനി എ ലോട്ട് ഓഫ് മണി. ആ മിസ്റ്റേക്ക്
പ്രകാരം ആ മിസ്റ്റേക്ക് കാരണം അയാളുടെ കമ്പനിക്ക് ഒരുപാട് പണം നൽകേണ്ടി വരുന്ന ഒരു തെറ്റായിരുന്നു അയാൾ ചെയ്തത്. അവർ സ്റ്റോറി ബിഗിൻസ് ഇൻ അമേരിക്ക ഇൻ എ ടൗൺ കോൾഡ്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് അമേരിക്കയിലെ മോണ്ട്ഗോമറി എന്ന പട്ടണത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വാട്ട് വാസ് ഓൺലി തോട്ട് റോസ പാർക്സ് മൈൻഡ് ഹാസ് ഷീ ലെഫ്റ്റ് ഹെർ വർക്ക് സ്പേസ്. വർക്ക് സ്പേസിൽ നിന്ന് ലെഫ്റ്റ് ആയപ്പോൾ എന്തായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നു? വാട്ട് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ദ ഡ്രൈവർ ന്യൂ അബൌട്ട് റോസ പാർക്സ്. അത് രണ്ടും നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത സീൻ നോക്കാം. റോസ വാസ് എൻ ഓർഡിനറി വുമൺ വിത്ത് എ ജോബ് ഇൻ എ ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ്. അപ്പോൾ റോസയെക്കുറിച്ച് ഇനിയൊരു കാര്യങ്ങളൊക്കെ പറയാണ്. റോസ ഒരു പിന്നെ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ജോബ് ഇൻ ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ്. ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലി ആണുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ദ ഡേ വാസ് ആൻ ഓർഡിനറി വർക്ക് ഡേ. ഒരു സാധാരണ ഒരു ദിവസമായിരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ഡിസംബർ ഇൻ ദ ഇയർ 1955. 1955 ഡിസംബറിലെ ആദ്യത്തെ ഡേ ആയിരുന്നു. റോസ ഹാഡ് എ ലവിങ് ഫാമിലി. റോസക്ക് നല്ലൊരു സ്നേഹമുള്ളൊരു കുടുംബം ഉണ്ടായിരുന്നു. ഷീ എൻവിഡ് നോ ബഡി. അവൾക്ക് ആരോടും അസൂയൊന്നും ഉണ്ടായിരുന്നില്ല. ഹെർ മാനേഴ്സ് വെർ മൈൽഡ്. അവരുടെ ആ ഒരു എന്താ പറയുക സ്വഭാവമൊക്കെ വളരെയധികം ശാന്തമായിരുന്നു. ഷീ സ്പോക്ക് ഇൻ ക്വയറ്റ് സോഫ്റ്റ് വോയിസ്. ആരോടും അസൂയ ഉണ്ടായിരുന്നില്ല. നല്ല ശാന്ത സ്വരത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഷീ ഓൾവേസ് ഒബെയ്ഡ് ദ ലോസ് ഓഫ് ദ കൺട്രി ആൻഡ് ബ്രോക്ക് നോ റൂൾസ്. അവർ ആ രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിച്ചിരുന്നു. ഒരിക്കലും ഒരു നിയമവും ബ്രോക്കൺ ചെയ്തിരുന്നില്ല, ലംഘിച്ചിരുന്നില്ല. ബട്ട് ഇൻ ദോസ് ഡേയ്സ് നോട്ട് ഓൾ ലോസ് ആൻഡ് റൂൾസ് വെർ ഫെയർ. പക്ഷേ അക്കാലത്തെ എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും എന്തായിരുന്നു? നോട്ട് ഫെയർ ആയിരുന്നു. എല്ലാവർക്കും നീതി ഉള്ളതായിരുന്നില്ല. That day when Rosa are in that seat on that bus, she had not thought of the breaking any rule. അപ്പോൾ ആ ദിവസം അവിടെ ആ സീറ്റിലിരുന്നപ്പോൾ അവർക്ക് തോന്നിയിരുന്നില്ല അവരൊരു ലോ ബ്രേക്ക് ചെയ്യായിരുന്നു, ഒരു ചട്ടം ലംഘിക്കുകയായിരുന്നു, ഒരു നിയമം തെറ്റിക്കുകയായിരുന്നു എന്ന് അവർക്ക് തോന്നിയിരുന്നില്ല. ഇറ്റ് ഹാപ്പൻഡ് ബിഫോർ ദ ബസ് സ്റ്റാർട്ടഡ്. ബസ് പുറപ്പെടുന്നതിന് മുമ്പാണ് അതുണ്ടായത്. എന്താണ് ഉണ്ടായത്? വെൻ ദ വാർണിംഗ് ബെൽ റാങ് പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ബെൽ അടിക്കുമല്ലോ. അപ്പോൾ എന്താണ്, ആളുകളൊക്കെ എന്താണ്, യാത്രക്കാർ പാഞ്ഞു കയറി. മെനി ഓഫ് ദം വെർ വൈറ്റ് അമേരിക്കൻസ്. അതിൽ ഏറെക്കുറെ എല്ലാവരും ആരായിരുന്നു? വൈറ്റ് അമേരിക്കൻസ് ആയിരുന്നു. Each time a white passenger climbed onto the bus, a black passenger got up from a seat and moved away. ഓരോ പ്രാവശ്യവും ഒരു വൈറ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ ഇരുന്ന ഒരു കറുത്ത പാസഞ്ചർ, ബ്ലാക്ക് പാസഞ്ചർ എണീച്ചു കൊടുക്കണമായിരുന്നു. ദ റൂൾ വാസ് സിമ്പിൾ ആൻഡ് ക്ലിയർ. ആ റൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ. ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗീവ് അപ്പ് ദെയർ സീറ്റ് വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഹിം. എന്താണ് ആ റൂൾ? എന്തായിരുന്നു? ബ്ലാക്ക് പാസഞ്ചേഴ്സ് വൈറ്റ് പാസഞ്ചേഴ്സ് വരുമ്പോൾ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്നായിരുന്നു ആ റൂള്. ദേ ഗെറ്റ് ഓഫ് ദ ബസ് ആൻഡ് ഗോ റൗണ്ട് ടു ബാക്ക് ഡോർ. അവരെന്ത് ചെയ്യണം? ബസ്സിൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് എങ്ങോട്ട് പോകണം? പുറകിലെ ഡോറിൽ കൂടെ കയറണം. ദേ കുഡ് ഈവൻ ദെൻ ഗെറ്റ് ഓൺ ദ ബസ് അഗെയിൻ ആസ് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ്. എന്നിട്ട് അവരവിടെ വീണ്ടും എന്തായിരിക്കണം? നിന്ന് യാത്ര ചെയ്യണം. That day all the sitting black passengers gave up their seat except Rosa. അന്നേ ദിവസം ഇരിക്കുകയായിരുന്ന എല്ലാ ബ്ലാക്ക് പാസഞ്ചേഴ്സും എന്ത് ചെയ്തു? അവരുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. പക്ഷെ ആരും ഒഴിഞ്ഞു കൊടുത്തില്ല? എക്സെപ്റ്റ് റോസ. റോസ മാത്രം ഒഴിഞ്ഞു കൊടുത്തില്ല. ഷീ ഡിഡ് നോട്ട് സീം ടു നോട്ടീസ് വാട്ട് വാസ് ഹാപ്പനിങ്. എന്താണ് നടക്കുന്നതെന്നും റോസ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയില്ല. എ വൈറ്റ് പാസഞ്ചർ സ്റ്റുഡ് അറ്റ് ദ ഡോർ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെർ. ഒരു വൈറ്റ് പാസഞ്ചർ ഡോറിൻ്റെ അടുത്ത് നിന്ന് റോസയുടെ നേരെ നോക്കി. സ്റ്റിൽ ഷീ ഡിഡ് നോട്ട് മൂവ്. അവർ മൂവ് ചെയ്തില്ല. ഷീ സാറ്റ് സ്റ്റിൽ. അങ്ങനെ തന്നെ ഇരുന്നു. ഇറ്റ് വാസ് ടൈം ഫോർ ദ ബസ് ടു ലീവ്. അങ്ങനെ ബസ് പോകാനായി. ബട്ട് ഹൗ കുഡ് ബി ദ ഡ്രൈവർ സ്റ്റാർട്ട്. പക്ഷേ ഡ്രൈവറിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എ വൈറ്റ് പാസഞ്ചർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ. ഒരു വെള്ള യാത്രക്കാരൻ വൈറ്റ് പാസഞ്ചർ ഡോറിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് എ ബ്ലാക്ക് പാസഞ്ചർ വാസ് നോട്ട് ഗെറ്റിംഗ് അപ്പ്. ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കുന്നില്ല, വൈറ്റ് പാസഞ്ചർ നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ ബസ് എടുക്കും? അതർ പാസഞ്ചേഴ്സ് ഗ്രൂ ഇംപേഷ്യൻറ്റ്. എല്ലാവർക്കും എന്തായി?
ക്ഷമ കെട്ടു. ദേ ഗേവ് ഹെർ ആംഗ്രി ലുക്സ്. അങ്ങനെ റോസയുടെ നേരെ അവർ ദേഷ്യത്തോടെ നോക്കി. ദേ മറ്റേഡ് കേഴ്സസ് അറ്റ് ഹെർ. മറ്റേഡ് എന്ന് പറഞ്ഞാൽ എന്താ, പിറുപിറുക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാണ്. റോസ നൈദർ സ്പോക്ക് നോർ സ്റ്റിയേർഡ്. ഷീ സാറ്റ് സ്റ്റിൽ. റോസ ഒന്നും മിണ്ടിയോ ഇല്ല, അവരെ നോക്കിയോ ഇല്ല, ഒന്നും ചെയ്തില്ല. അവൾ അനങ്ങാതെ ഇരുന്നു. ഷീ വാസ് തിങ്കിങ്. അപ്പോൾ അവർ ചിന്തിക്കുകയായിരുന്നു, വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ്? ഞാൻ എന്തിന് എഴുന്നേൽക്കണം? ഐ ഹാവ് പെയ്ഡ് ദ സെയിം ആസ് ദ വൈറ്റ് പാസഞ്ചർ ഹാസ് പെയ്ഡ് അപ്പ്. വൈറ്റ് പാസഞ്ചർ കൊടുത്ത അതേ ഫെയർ തന്നെയാണ് ഞാനും കൊടുത്തത്. മൈ ടിക്കറ്റ് ഈസ് നോട്ട് എ സെൻറ്റ് ചീപ്പർ ദാൻ ഹിസ്. അവർ കൊടുക്കുന്നതിനെക്കാട്ടി ഒരു പൈസ പോലും കുറവല്ല എൻ്റെ ടിക്കറ്റിൻ്റെ പൈസ. ആൻഡ് ഐ ആം മോർ ടയേർഡ് ദാൻ ഹീ ഹീസ്. അവരെക്കാട്ടി ഞാൻ ക്ഷീണിതയാണ്. ആൻഡ് ഹീ ഈസ് നൈദർ ഓൾഡ് ഓർ നോൺ ഡിസേബിൾഡ്. അവർ വയസ്സായതോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആളല്ല. സോ വൈ ഷുഡ് ഐ ഗീവ് അപ്പ് മൈ സീറ്റ്? പിന്നെ ഞാൻ എന്തിന് എൻ്റെ സീറ്റ് കൊടുക്കണം? ഹീ ഹാസ് ആസ്കിങ് ഫോർ ദിസ് സീറ്റ് ബിക്കോസ് ഹീ ഈസ് വൈറ്റ്. അയാൾ ഈ സീറ്റ് ചോദിക്കുന്നത് എന്താണ്? അയാൾ വൈറ്റ് ആയതുകൊണ്ടാണ്. ദാറ്റ് കാൻറ്റ് ബി റൈറ്റ്. അതൊരിക്കലും ഒരു ശരിയല്ല. ദാറ്റ് മൊമെൻറ്റ് റോസ മെയ്ഡ് എ ഡിസിഷൻ. ആ നിമിഷം റോസ ഒരു ഡിസിഷൻ എടുത്തു. ദിസ് റൂൾ ഈസ് അൺഫെയർ. ഈ ഒരു റൂള് ശരിയല്ല. ആൻഡ് റൂൾസ് ഓട്ട് ടു ബി ഫെയർ. റൂള് എന്തായിരിക്കണം? ന്യായമായിരിക്കണം, ഫെയർ ആയിരിക്കണം. ഇഫ് എ റൂൾ ഈസ് അൺഫെയർ, ഇപ്പോൾ ഒരു റൂള് അൺഫെയർ ആണെങ്കിൽ ഇറ്റ് ഓട്ട് ടു ഗോ. അതെന്ത് ചെയ്യണം? അത് നിയമപുസ്തകത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിയമരഹിതമാണെങ്കിൽ അത് മാറണം. ഇറ്റ് ഓട്ട് നോട്ട് ടു ബി ഇൻ ദ റൂൾ ബുക്ക്. അത് റൂൾ ബുക്കിൽ ഉണ്ടാവാൻ പാടില്ല. ഫോർ ഇറ്റ് ഓട്ട് നോട്ട് ടു ബി ഒബെയ്ഡ്. അതുകൊണ്ട് എന്തായാലും ഇത് അനുസരിക്കാൻ പാടില്ല. ഇഫ് പീപ്പിൾ ഗോ ഓൺ ഒബേയിങ് സച്ച് എ ബാഡ് റൂൾ ഇറ്റ് വിൽ സ്റ്റേ ഇൻ ദ ബുക്ക് ഫോർ എവർ. എല്ലാ മനുഷ്യരും ഇങ്ങനത്തെ ബാഡ് റൂൾ, തെറ്റായ നിയമങ്ങൾ അനുസരിച്ച് പോയാൽ അത് ആ ബുക്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. സോ someone should do something about it someday. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ചെയ്യണം. ഐ തിങ്ക് that day has arrived. എനിക്ക് തോന്നുകയാണ് ആ ദിവസം വന്നിരിക്കുകയാണെന്ന്. Now when Rosa did not get up, the driver got angry. അപ്പോൾ റോസ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്? റോസ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡ്രൈവർ കുറേ നേരം നോക്കി നിൽക്കുന്നു. ഡ്രൈവറിന് ദേഷ്യം വന്നു. If he let her sit and left a white passenger standing, he was breaking the law. If he let her sit, അവരെ ഇരിക്കാൻ അനുവദിച്ചാൽ, ലെഫ്റ്റ് എ വൈറ്റ് പാസഞ്ചർ സ്റ്റാൻഡിങ്, ഒരു വൈറ്റ് പാസഞ്ചർ നിൽക്കുകയാണെങ്കിൽ, he was breaking the law. അയാൾ ഒരു നിയമം ലംഘിക്കുകയാണ്. ഹി ആൻഡ് ഹിസ് കമ്പനി കുഡ് ബി പണിഷ്ഡ് ഫോർ ഇറ്റ്. അയാളും അയാളുടെ കമ്പനിയും ശിക്ഷിക്കപ്പെടാം. ഹി ഗോട്ട് അപ്പ് ഫ്രം ഹിസ് സീറ്റ്. അപ്പോൾ അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എണീച്ചു. ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ദ ബാക്ക്. എഴുന്നേക്ക് നീ പുറകിലേക്ക് പോ. ഹി ഓർഡേർഡ് ബട്ട് റോസ സാറ്റ് സ്റ്റിൽ. പക്ഷെ റോസ അനങ്ങാതെ ഇരുന്നു. ഐ ടോൾഡ് യു ഗെറ്റ് അപ്പ്. ഞാൻ നിന്നോട് എഴുന്നേൽക്കാനല്ലേ പറഞ്ഞത്. ഹി സെറ്റ് ബട്ട് റോസ ഡിഡ് നോട്ട് ഗോ. എന്നിട്ടും റോസ അനങ്ങിയില്ല. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് അപ്പ്. അവർ എണീറ്റില്ല. ദ ഡ്രൈവർ ഗോട്ട് ഓഫ് ദ ബസ് ആൻഡ് ബ്രോട്ട് ദ പോലീസ് ഇൻ. അപ്പോൾ എന്താ ഡ്രൈവർ ചെയ്തത്? ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പോലീസിനെ അകത്തേക്ക് കൊണ്ടുവന്നു. ദേ അറസ്റ്റഡ് റോസ. റോസയെ അറസ്റ്റ് ചെയ്തു. സെഡ് ഷീ ഹാഡ് ബ്രോക്കൺ ദ ലോ ആൻഡ് സെൻറ്റ് ഹെർ ടു ജയിൽ. അവർ നിയമം ലംഘിച്ചു, അതുകൊണ്ട് അവരെ ജയിലിലേക്ക് അയച്ചു. ഓക്കെ, 5-6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ദ ന്യൂസ് ഓഫ് റോസസ് അറസ്റ്റ് സൂൺ സ്പ്രെഡ് ഓവർ ദ ടൺ. അങ്ങനെ റോസയെ അറസ്റ്റ് ചെയ്ത കാര്യം എല്ലാ സ്ഥലത്തും പ്രചരിച്ചു. ദ ബ്ലാക്ക് പീപ്പിൾ ഓഫ് മോൺഗോമറി ഡിസൈഡഡ് ടു ഫൈറ്റ് ഫോർ ഹെർ. അപ്പോൾ മോൺഗോമറിയിലെ കറുത്ത വർഗ്ഗക്കാർ എന്ത് തീരുമാനിച്ചു? റോസയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. കം ഔട്ട് ഓഫ് ജയിൽ. റോസയെ ജയിലിൽ നിന്ന് കൊണ്ടുവരണം. ദേ ന്യൂ ദേ കുഡ് നോട്ട് ഫൈറ്റ് വിത്ത് പോലീസ്. അവർക്ക് പോലീസിനോട് എന്തായാലും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ ഡിസൈഡഡ് ടു ഫൈറ്റ് വിത്ത് ദ ബസ് കമ്പനി ഇൻസ്റ്റഡ്. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? ബസ് കമ്പനിയോട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ദേ ബോയ്ക്കോട്ടഡ് ദ ബസ്. അവർ ബസ്സൊക്കെ ബഹിഷ്കരിച്ചു. ബോയ്ക്കോട്ടഡ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ബഹിഷ്കരിച്ചു. ദിസ് മിയർ ദേ സ്റ്റോപ്ഡ് യൂസിങ് ദം. അവരെന്തായി? എല്ലാവരും അത് ബസ്സുകൾ ഉപയോഗിക്കുന്നത് അവർ നിർത്തി. നോ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ദേ സെഡ്. അവർ പറഞ്ഞു ആരും ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഇല്ലാന്ന്. വിൽ യൂസ് ദ സിറ്റി ബസ് ആൻഡ് റോസ ഹിസ് ഫ്രീ. മോചിതയാകുന്നവരെ ഞങ്ങളാരും സിറ്റി ബസ് ഉപയോഗിക്കില്ല എന്നവർ പറഞ്ഞു. ഇൻസ്റ്റെഡ് ദേ വെൻറ്റ് ടു വർക്ക് ഇൻ പ്രൈവറ്റ് കാർസ് ആൻഡ് ഷെയർഡ് ദ. അവരെന്ത് ചെയ്തു? അവർ പ്രൈവറ്റ് കാറിൽ അവർ സഞ്ചരിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? കൂലി അവർ ഷെയർ ചെയ്തു.
The Montgomery bus boycott went on this way for more than years. അങ്ങനെ ഒരു വർഷത്തോളം ഈ ബസ് അവർ ബോയ്ക്കോട്ട് ചെയ്തു. ഇറ്റ് ലാസ്റ്റ് എക്സാക്ട്ലി 381 ഡേയ്സ് 381 ദിവസം വരെ നീണ്ടു നിന്നു. ഡ്യൂറിങ് ദ ബോയ്ക്കോട്ട് ദ ബസ് കമ്പനി ലോസ്റ്റ് മില്യൺസ് ഓഫ് ഡോളർ. അപ്പോൾ ബസ് ഉപേക്ഷിച്ചപ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടം വന്നു, മില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടം വന്നു. This was because there were many more black bus users than white users. വൈറ്റ് യൂസേഴ്സ് ഉള്ള വൈറ്റ് പാസഞ്ചേഴ്സിനെക്കാട്ടും കൂടുതൽ ആരായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്? ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്ലാക്ക് പാസഞ്ചേഴ്സൊക്കെ ഈ ബസ് ഉപേക്ഷിച്ചപ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടം വന്നു. വിത്തൗട്ട് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ബസ്സസ് റാങ്ക് ഓൾമോസ്റ്റ് എംപ്റ്റി. അപ്പോൾ ഇവരില്ലാതെ ആ ബസ്സസൊക്കെ ശൂന്യമായിരുന്നു, ബസ്സിലൊന്നും ആരുമില്ല. മീൻ വൈൽ റോസ പാർക്സ് വാസ് ട്രൈഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. അതേസമയം റോസ പാർക്സ് എവിടെ കോർട്ടിൽ വിചാരണ ചെയ്യപ്പെട്ടു. ദ ജഡ്ജ് ഓർഡർഡ് ഹെർ ടു പേ എ ഫൈൻ. അപ്പോൾ ജഡ്ജ് അവരോട് ഫൈൻ പേ ചെയ്യാൻ പറഞ്ഞു. ഹി സെറ്റ് ഷീ ഹാഡ് ബ്രോക്കൺ ദ ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പോൾ അവർ പറഞ്ഞത് വർണ്ണവിവേചന നിയമം അവർ ലംഘിച്ചു. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ വർണ്ണവിവേചനം, ആ ലോ ആണ് അവർ ലംഘിച്ചത് എന്ന് പറഞ്ഞു. റോസാസ് ലോയേഴ്സ് അഡ്വൈസ്ഡ് ഹെർ നോട്ട് ടു പേ ദ ഫൈൻ. അപ്പോൾ റോസയുടെ ലോയർ പറഞ്ഞു ഫൈനൊന്നും അടയ്ക്കേണ്ട. ആൻഡ് ഷീ ടുക്ക് ദെയർ അഡ്വൈസ്. ദെൻ ദേ വെൻറ്റ് ടു ഹയർ കോർട്ട്സ്. അപ്പോൾ അവരെന്താ ഫൈനൊന്നും പേ ചെയ്തില്ല, പിന്നെ അടുത്ത കോടതിയിലേക്ക് പോവുകയും ചെയ്തു. ആൻഡ് ഫൈനലി ടു ദ ഹയസ്റ്റ് കോർട്ട് ദ അമേരിക്കൻ സുപ്രീം കോർട്ട്. അങ്ങനെ പോയി അവർ എവിടെ എത്തി? അമേരിക്കൻ സുപ്രീം കോർട്ടിലെത്തി. ദ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് സെഡ് ദാറ്റ് ദ സെഗ്രിഗേഷൻ വാസ് അൺലോഫുൾ ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസസ്. അപ്പോൾ എന്ത് പറഞ്ഞു? പൊതുഗതാഗത രംഗത്ത് നിറത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജസ് പറഞ്ഞു. ദേ സെഡ് ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ ലോ ഓഫ് കൺട്രി. രാജ്യത്തിൻ്റെ നിയമത്തിനെതിരാണ് എന്നും അവർ പറഞ്ഞു. സോ ഇറ്റ് വാസ് ദാറ്റ് റോസ പാർക്ക് സാറ്റ് സ്റ്റിൽ ആൻഡ് മൂവ്ഡ് എ മില്യൺ മൈൻഡ്സ്. അപ്പോൾ ഇതാണ് റോസ പാർക്സ് അനങ്ങാതിരിക്കുകയും അതേപോലെ തന്നെ മില്യൺസ് ഓഫ് ആൾക്കാരുടെ മനസ്സ് ഇളക്കി മറിക്കുകയും ചെയ്ത സംഭവം. She began the black American people's fight for fairness and justice to all human beings. അപ്പോൾ അവരെന്താണ് ചെയ്തത്? അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് പോരാട്ടം തുടങ്ങി വെച്ച ആളാണ് റോസ പാർക്സ്. ആൻഡ് അമേരിക്കൻ കോൾ ഹെർ ദ മദർ ഓഫ് ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ അമേരിക്കക്കാരെ അവരെ വിളിക്കുന്നത് എന്താണ്? ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ മദർ എന്നാണ്. സിവിൽ റൈറ്റ്സ് ഹാഡ് ദ റൈറ്റ്സ് ഓഫ് കൺട്രി സിറ്റിസൺസ്. അപ്പോൾ സിവിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ എല്ലാ സിറ്റിസൺസിനും ഉള്ളതാണ്. അവിടെ ബ്ലാക്ക് എന്നില്ല, വൈറ്റ് ഒന്നുമില്ല. Many years before Rosa Parks sat still in that bus, something else had happened in another country. ഈ സംഭവം നടന്ന അതേ സമയം തന്നെ വേറൊരു സംഭവം വേറൊരു രാജ്യത്ത് നടക്കുന്നുണ്ടായിരുന്നു. എ മാൻ കോൾഡ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സാറ്റ് സ്റ്റിൽ എ ട്രെയിൻ ഇൻ സൗത്ത് ആഫ്രിക്ക. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിലെ ഒരു തീവണ്ടിയിൽ അനങ്ങാതെ ഇരുന്നു. ഈ റെഫ്യൂസ്ഡ് ടു ഗെറ്റ് ഓഫ്. താഴെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ അദ്ദേഹം വിസമ്മതിച്ചു. ദ വൈറ്റ് പാസഞ്ചേഴ്സ് ത്രൂ ഹിം ഔട്ട്. വൈറ്റ് പാസഞ്ചേഴ്സ് അദ്ദേഹത്തെ ആട്ടിയിറക്കി. ദ വൈറ്റ് പാസഞ്ചേഴ്സ് ത്രൂ ഹിം ഔട്ട്. ദേ ആർ മെനി അതർ സ്റ്റോറീസ് ഓഫ് ഹിസ് കറേജ് ആൻഡ് ഓഫ് ദ കറേജ് അതേഴ്സ് ഗോട്ട് ഫ്രം ഹിം ടു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് സ്വന്തം അവകാശങ്ങൾക്കുള്ള പോരാടാനുള്ള ധൈര്യം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതിനെക്കുറിച്ചും ധാരാളം കഥകളുണ്ട്. അഡാപ്റ്റഡ് ഫ്രം റോസ പാർക്സ് ബയോഗ്രഫി. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പിന്നെ ലെറ്റസ്റ്റ് റീവിസിറ്റിൽ ഒരു സമ്മറി എഴുതാനുണ്ട്. അത്രയും ഇതിലുള്ള വർക്കുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വാട്ട് വാസ് ദ ഓൺലി തോട്ട് ഇൻ റോസ പാർക്സ് മൈൻഡ് ആസ് ഷീ ലെഫ്റ്റ് ഹെർ വർക്ക് പ്ലേസ്? വർക്ക് പ്ലേസിൽ നിന്ന് വന്നപ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരുന്നു? ഷീ വാണ്ടഡ് ടു സിറ്റ് ഡൗൺ സംവർ. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ദ ഡ്രൈവർ നോ അബൌട്ട് റോസ പാർക്ക്? റോസ പാർക്സിനെ കുറിച്ച് ഡ്രൈവർക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്തായിരുന്നു? ദാറ്റ് ഷീ വാസ് എ ബ്ലാക്ക് പാസഞ്ചർ. ഇപ്പം 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് വാസ് ദ റൂൾ ഇൻ ദ ബസ്? ബസ്സിലുണ്ടായിരുന്ന റൂൾ എന്തായിരുന്നു? ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗീവ് ദെയർ സീറ്റ്സ് ടു വൈറ്റ് പാസഞ്ചേഴ്സ് വെൻ ദേ കെയിം.
ബ്ലാക്ക് പാസഞ്ചേഴ്സ് അവരുടെ സീറ്റ് കാലിയാക്കണം വൈറ്റ് പാസഞ്ചേഴ്സ് വരുമ്പോൾ. ഇനി അടുത്ത 4ാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻഡ് വെൻ ദ ബസ് വാസ് അബൌട്ട് ടു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സംഭവം എന്തായിരുന്നു? മെനി വൈറ്റ് അമേരിക്കൻസ് റഷ്ഡ് ഇൻ ടു ദ ബസ് ആൻഡ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഗേവ് അപ്പ് ദിയർ സീറ്റ്സ്. ഒരുപാട് വൈറ്റ് അമേരിക്കൻസ് ബസ്സിനുള്ളിലേക്ക് പാഞ്ഞു കയറി. അപ്പോൾ ബ്ലാക്ക് പാസഞ്ചേഴ്സ് അവരുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് റോസ അറസ്റ്റഡ്? എന്തുകൊണ്ടാണ് റോസ അറസ്റ്റ് ചെയ്തത്? റോസ പാർക്സ് റെഫ്യൂസ്ഡ് ടു ഗിവ് ഹെർ സീറ്റ് ടു എ വൈറ്റ് പാസഞ്ചർ. റോസ ഒരു വൈറ്റ് പാസഞ്ചറിന് തൻ്റെ സീറ്റ് കൊടുക്കാൻ വിസമ്മതിച്ചു. 6th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബ്ലാക്ക് പീപ്പിൾ ഡിസൈഡ് ടു ഫൈറ്റ് വിത്ത് ദ ബസ് കമ്പനി? എന്തുകൊണ്ടാണ് അവർ ബസ് കമ്പനിയായിട്ട് ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്? ദ ബ്ലാക്ക് പീപ്പിൾ ഡിസൈഡഡ് ടു ഫൈറ്റ് ഫോർ റോസ പാർക്സ് ആഫ്റ്റർ ലേണിംഗ് ഓഫ് ഹെർ അറസ്റ്റ്. ദേ ന്യൂ ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈറ്റ് വിത്ത് ദ പോലീസ്. അവർക്ക് പോലീസായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ദേ ഡിസൈഡഡ് ടു ഫൈറ്റ് വിത്ത് ദ ബസ് കമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബ്ലാക്ക് പാസഞ്ചർ സപ്പോർട്ട് ദ ബോയ്ക്കോട്ട്? എങ്ങനെയാണ് അവർ ആ ഒരു ബോയ്ക്കോട്ടിനെ സപ്പോർട്ട് ചെയ്തത്? ദേ അവോയ്ഡ് സിറ്റി ബസ് അവോയ്ഡ് ചെയ്തു. യൂസിങ് പ്രൈവറ്റ് കാർസ് ആൻഡ് ഷെയർഡ് ടാക്സീസ് ഇൻസ്റ്റെഡ്. അവർ പ്രൈവറ്റ് കാർസ് ഉപയോഗിച്ച് എന്നിട്ട് ടാക്സി കൂലി അവർ ഷെയർ ചെയ്തു. നെക്സ്റ്റ്, വാട്ട് വാസ് ദ ജഡ്ജ്മെൻറ്റ് ഗിവൺ ബൈ ദ സുപ്രീം കോർട്ട്? എന്താണ് സുപ്രീം കോർട്ട് ചെയ്ത ജഡ്ജ്മെൻറ്റ്? സെഗ്രിഗേഷൻ ഓൺ പബ്ലിക് ബസ്സസ് വാസ് റൂൾഡ് അൺകോൺസ്റ്റിറ്റ്യൂഷൻ. നിയമലംഘനമാണ്, രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. 9th ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് വാസ് ദ റീസൺ ഫോർ ദ സക്സസ് ഓഫ് ദ ബോയ്ക്കോട്ട്? ഈ ബോയ്ക്കോട്ടിൻ്റെ ആ ഒരു വിജയത്തിൻ്റെ കാരണം എന്തായിരുന്നു? ദ ബോയ്ക്കോട്ട് ലാസ്റ്റ് ഫോർ മോർ ദാൻ എ ഇയർ ആൻഡ് ദ ബസ് കമ്പനി ലോസ്റ്റ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് വിത്തൗട്ട് ബ്ലാക്ക് പാസഞ്ചർ. ദ ബസ്സസ് റൺ ഓൾമോസ്റ്റ് എംപ്റ്റി. അതായത് ഈ ഒരു ബോയ്ക്കോട്ട് ഒരു വർഷത്തിൽ കൂടുതൽ നിന്നു. അപ്പോൾ എന്തായി? ഒരുപാട് പൈസ നഷ്ടം സംഭവിച്ചു കമ്പനിക്ക്. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം, there were other stories of such courageous men and women who changed the life of millions. അപ്പോൾ 10ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? Once Mahatma Gandhi had to sit still in a train South Africa when he refused to get off. White passengers threw him out of the rain to platform. What happened next is history. The incident paved the way for Indian independence struggle. The very white people who threw him out had to surrender because of Gandhiji's courage and determination. ഇനി അടുത്തത്, വാട്ട് വാർ ദ ഈവൻറ്റ്സ് ലെഡ് ടു ദ ഹിസ്റ്റോറിക് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ്. ഫസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്, റോസ പാർക്സ് ബോർഡഡ് ദ ബസ് ആൻഡ് സാറ്റ് ഡൗൺ ഇൻ ദ നിയറസ്റ്റ് സീറ്റ്. White passengers rushed into the bus. Rosa Parks was ordered to get up from the seat. She refused to move. Rosa Parks was arrested and jailed. The black protested against the injustice by boycotting the buses. Supreme Court rules that segregation is unlawful. അപ്പോൾ ആക്ടിവിറ്റി വളരെ കുറച്ചേ ഉള്ളൂ. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാം. റൈറ്റ് എ ലെറ്റർ ടു റോസ പാർക്സ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഒരു കൺഗ്രാറ്റുലേഷൻ ലെറ്റർ എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഡേറ്റും പ്ലേസും എഴുതി. എന്നിട്ട് ഡിയർ റോസ പാർക്സ്, കൺഗ്രാറ്റുലേഷൻ ഓൺ യുവർ കറേജസ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് സെഗ്രിഗേഷൻ. യുവർ refusal to give up your seat has ignited a movement. Your bravery inspires us to fight for equality and justice. Thank you for being a beacon of hope. Your legacy will still live on sincerely. എന്നിട്ട് നമ്മുടെ പേരും എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റോസ പാർക്സ് സാറ്റ് സ്റ്റിലുള്ള 10 ക്വസ്റ്റ്യൻസും പിന്നെ ഒരു 11ാമത്തെ ചോദ്യമായിട്ട് ഒരു ഈവൻറ്റ്സ് എഴുതാനുമാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്